Hi friends, welcome back to MeenusTasteofhome. നോമ്പ് ടൈം ആണല്ലോ, അപ്പോൾ ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ലൈം ജ്യൂസ് ആണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സ്പെഷ്യൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം. ഇതുപോലെയുള്ള 2 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു മിക്സറിന്റെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ലൈമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 8 പീസസ് ആയിട്ട് ലൈം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു പുതിനയില ചേർക്കുന്നുണ്ട്. ചെറിയ പീസ് ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. അത് ഈ ഒരു ലൈം ജ്യൂസിന് നല്ലൊരു കളറിന് വേണ്ടിയാണ്. ഈ ബീട്രൂട്ട് വേവിച്ചിട്ടൊന്നും അല്ല, ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് ചേർക്കുന്നത്. സാധാരണ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ജ്യൂസ് അടിക്കുന്നത് പോലെ. എന്നാൽ ഈ ഒരു ബീട്രൂട്ടിന്റെ ഒരു ഫ്ലേവർ ഒട്ടും തന്നെ ഈ ഒരു ജ്യൂസിൽ വരത്തില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിന്റെ തോട് ഒത്തിരി അരഞ്ഞു പോകരുത്. അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ജ്യൂസിന് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ലൈമിന്റെ തോട് ഒത്തിരി അരഞ്ഞു പോകാതെ ഇതുപോലെ ക്രഷ് ആവാൻ മാത്രമേ പാടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള ഈ തണുത്ത വെള്ളം, അതായത് 2 ഗ്ലാസ്സിന് വേണ്ടിയുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിന്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു ലൈമിന്റെ തോട് ഇതുപോലെ ക്രഷ് ആവാൻ മാത്രമേ പാടുള്ളൂ. ഒത്തിരി നേരം അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ് ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. നമുക്ക് ഒത്തിരി നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, എന്നാൽ ഒരു കയ്പ് ടേസ്റ്റ് വരും. ഇത് ഫ്രിഡ്ജിൽ കൂടുതൽ സമയം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈമിന്റെ നീര് മാത്രം എടുത്തിട്ട് ഈ ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. സെയിം ജാർ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ചേർക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്. ജ്യൂസ് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഗ്ലാസ് ജാറിലേക്ക് പകർത്താം. ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ ബേസിൽ സീഡ് അല്ലെങ്കിൽ കസ്കസ് കുതിർത്തത് ചേർക്കാം. ഇത് ഞാനിവിടെ 1/2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യാനുസരണം ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ടോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ടോൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ലൈം ജ്യൂസ് സെർവ് ചെയ്യാം. സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡിയായി. സ്ലൈസ് ചെയ്തിട്ടുള്ള ലൈമും അതുപോലെ മിന്റ് ലീവ്സും ആണ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.